ആലവട്ടവും വെഞ്ചാമരവും ചൂടിക്കൊണ്ട് ആലവട്ടവും വെഞ്ചാമരവും ചൂടിക്കൊണ്ട് രാമുകളവിടെയും കാട്ടി നിൽക്കാറുള്ളൂ. ആലവട്ടവും വെഞ്ചാമരവും ചൂടിക്കൊണ്ട് രാവുകൾ അവിടെയും കാട്ടി ഇക്കുറി കളി കാണാൻ ഒറ്റയ്ക്ക് പോയല്ലോ നീ. കളി കാണാനും ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്, മേളം കെട്ടാനും ഒറ്റയ്ക്ക് തന്നെ പോയിട്ട്. ഇക്കുറി കളി കാണാൻ ഒറ്റയ്ക്ക് പോയല്ലോ നീ. എത്തിയോ അടിയറയ്ക്കുള്ളിൽ നീ പതിവ് പോയി. ഇങ്ങുള്ള ചമയങ്ങൾ തന്നെയോ അവിടെയും, ഇങ്ങുള്ള സമയങ്ങൾ തന്നെയോ അവിടെയും, വർണ്ണങ്ങൾ ഇതുപോലെ തന്നെയോ മേളങ്ങളും. ആ പുണ്ണിത്തരകനെ പോലൊരാവിടുണ്ടോ? ഈ കവിതയിൽ കുറച്ചു കാലം മുമ്പേ കേട്ടോ. ഇപ്പോഴാണ് വെച്ചാൽ ആ പുണ്ണിത്തരകനെ പോൽ എന്ന ആവശ്യം. ആ പുണ്ണിത്തരകനെ പോലൊരാളവിടുണ്ടോ? പെട്ടിയിൽ പ്രപഞ്ചത്തെ വഹിക്കും വിരുദുണ്ടോ? പെട്ടിയിൽ പ്രപഞ്ചത്തെ വഹിക്കും വിരുദുണ്ടോ? പച്ചനീ പാടങ്ങളും വെൺമണൽ തീരങ്ങളും ചുട്ടിക്കു കിടക്കുന്ന സന്ധ്യയിൽ ലഹരിയിൽ. പച്ചനീ പാടങ്ങളും വെൺമണൽ തീരങ്ങളും ചുട്ടിക്കു കിടക്കുന്ന സന്ധ്യയിൽ ലഹരിയിൽ. ഉച്ചത്തിൽ കളിയാണ് കാര്യം എന്നൊരാളോട് തർക്കിക്കാൻ വിരുദുള്ള കാണികൾ അവിടുണ്ടോ? ഉച്ചത്തിൽ കളിയാണ് കാര്യം എന്നൊരാളോട് തർക്കിക്കാൻ വിരുദുള്ള കാണികൾ അവിടുണ്ടോ? ഒറ്റയ്ക്ക് വിളക്കത്ത് നാളമായി കത്തുമ്പോഴും, ഒറ്റയ്ക്ക് പുകയുന്ന തിരിയായി കിടന്നുമ്പോഴും, ഒറ്റയ്ക്ക് വിളക്കത്തു നാളമായി കത്തുമ്പോഴും, ഒറ്റയ്ക്ക് പുകയുന്ന തിരിയായി ഒറ്റയായി പോയതിന്റെ ദുഃഖം അത്രമേൽ തീവ്രമായി ഈ കവിതയിൽ കവി ചെയ്തിട്ടുണ്ടായി പോകുന്നു. അത്ര പ്രശസ്തമായ കവിതയൊന്നുമല്ല, ഇതൊരു മാസികയിൽ വന്ന കവിതയിലേക്കാണ് കണ്ടെത്തുന്നത്. രണ്ടാമത്തെ കവിത അതും അത്ര പ്രശസ്തമല്ല. എന്നോടൊരാൾ ചൊല്ലിത്തരാമോ ചോദിച്ചയച്ചപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സുഗമ ടീച്ചർ കവിതയാണ്. കവിത പേര് പതുക്കെ എന്നാണ്. അത് കിട്ടിയ കാലത്തെ ആ സമയത്ത് ഒരു പശ്ചാത്തലം കൂടി നോക്കിയപ്പോൾ എനിക്ക് വലിയ ഹൃദയം തോന്നി. അത് അന്ന് ചൊല്ലി നോക്കിയതാണ്. റഫീഖ് അഹമ്മദിന്റെ ഒരു പാട്ട്, അതിൽ കവിത കേട്ടിട്ടുണ്ടെന്നത്. മരണമെത്തുന്ന നേരത്ത് കേട്ടിട്ട് നെയ്യന്റെ അരികിൽ ഈ നേരം ഇരിക്കണേ എന്നൊരു കവിത കേട്ടിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സാഹിത്യം വാർദ്ധക്യം കൊണ്ട് അവശമായി പോയ നിലയിൽ നമ്മളൊക്കെ കൊതിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആ വരികളിലൂടെ ഒന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അത്തരം പല ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക് വന്നേക്കാം. പതുക്കെ എന്നാണ് കരുതൽ. നേരത്തെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ പതുക്കെ. നിന്റെ കൈയൊന്നീ നിന്റെ കൈയൊന്നീ സങ്കടം പോലെ പതുക്കെ. വെണ്ണര പാറി മുഷിഞ്ഞു ജന്മത്തിന്റെ മഞ്ഞപ്പനിയാ ചുടുന്ന നെറുകയെ ഒന്നുകൂടി കരം ചേർത്ത പെയ്തു മഴയെന്നു തോന്നട്ടെ
പെയ്തു മഴയെന്നു തോന്നത്തെ പെട്ടെന്നു കൈകവിരിഞ്ഞു കുനിഞ്ഞെന്നു തോന്നത്തെ നേരിയൊരേതോ പൂമണം ചാറി തോന്നട്ടെ പൂമണം ചാറി വീണെന്നു തോന്നട്ടെ പണ്ട് കൊടും രോഗവേദനയാൽ വിറക്കൊണ്ടു പിടയ്ക്കവേ സൂചികൾ തൻ മുനത്തുമ്പിലൂടൂറിയ സാന്ത്വന ബിന്ദുവിൻ നൊന്ത മയക്കോർക്കട്ടെ ഉറങ്ങാൻ ശ്രമിക്കട്ടെ ഒന്നുറങ്ങാൻ ശ്രമിക്കട്ടെ അരികിൽ നീ വന്നിരിക്കുന്നു പറയില്ല അരികിൽ നീ വന്നിരിക്കുന്നു പറയില്ല കണ്ണീരു ചിന്നി വീഴില്ല ഒരു ഉമ്മ വേണം വേണമെന്നു പറയില്ല ഒരു ഉമ്മ വേണം വേണമെന്നു കെഞ്ചിയില്ല നരകത്തിലേക്കൊരു ഗർത്തം തുറന്നവായി പോലെ പിളർക്കവേ എത്തി നോക്കിക്കൊണ്ടിരിക്കാം അനങ്ങാതെ അനങ്ങാതെ നീ എഴുന്നേറ്റുകൊള്ളുക അനങ്ങാതെ നീ എഴുന്നേറ്റുകൊള്ളുക നീ എഴുന്നേറ്റുകൊള്ളുക ഇനി എന്റെ നോവിൻ കടക്കരെ വന്നിരിക്കേണ്ട ഇനി എന്റെ നോവിൻ കടക്കരെ വന്നിരിക്കേണ്ട നീറുന്നൊരു പുകാറ്റേണ്ട ചുവന്നൊരീ സൂര്യന്റെ വില്ല കാണേണ്ട പോവുക നിൻ വഴിവാദൂലമായി വേവട്ടെ പോവുക നിൻ വഴിവാദൂലമായി വേവട്ടെ എങ്ങും തണലു തണുക്കട്ടെ ചോലകൾ ദാഹമാറ്റട്ടെ വഴിക്കോട്ട് പൂവും കുയിലുമാവട്ടെ വഴിക്കോട്ട് പൂവും കുയിലുമാവട്ടെ നിൽക്ക പോകാനെന്തു വെമ്പൽ നിൽക്ക പോകാനെന്തു വെമ്പൽ പോകും മുൻപൊരിത്തിരി കൂടി പോകും മുൻപൊരിത്തിരി കൂടി ഒരുട്ടവട്ടം കൂടി ഒരിത്തിരി കൂടി ഒരൊറ്റവട്ടം കൂടി അത്ര പ്രിയപ്പെട്ടു പോയൊരെന്നെ കയ്യെന്റെ വയ്ക്കുക തന്നെയാണ് ഇവിടെ സുഖമായി നിർവഹിച്ചിട്ടുള്ളത്. അത്ര പ്രിയപ്പെട്ടു പോയൊരാ കയ്യെന്റെ നെറ്റിമേൽ വെക്കുക അലിവോടെ അലിവോടെ അന്യമായി 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 നേർത്തൊരു സങ്കടം പോലെ പതുക്കെ നേർത്തൊരു സങ്കടം പോലെ പതുക്കെ. ഇതാണ് കവിത. ഇത് ഞാൻ എനിക്ക് ഈ കവിത ഒരു വർഷം മുമ്പേ കിട്ടിയിട്ടുള്ളൂ. ഒന്നുകൂടി ചൊല്ലാം. ഈ കവിത നമ്മൾ സുധാരണയാണ്, മുഖ്യ സുധാരണ കവിതയാണ്. രണ്ട് കവിതയും ഒരുപക്ഷെ മരണത്തിന്റെ ഒരു നീളം വീണ കവിതകളായിട്ട് ഉണ്ട്. അങ്ങനെ വന്നു ചേർന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതങ്ങനെയല്ല. മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക്, ജീവിതത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് തന്നെയാണ് ഈ കവിത തിരിഞ്ഞു നടക്കുന്നത്. വൈലോപ്പിയുടെ കവിത കേട്ടിട്ടുണ്ട്. ഊഞ്ഞാലിൽ എന്നുള്ള കവിത 30 കൊല്ലം മുമ്പ് നീയും ഞാൻ ഈ വംശത്തിലമുഖയാ പൊന്നാതിരമാതിരിയിരുന്നപ്പോൾ എന്ന് വരിയതിലുണ്ട്. കല്യാണകാലത്തെ കല്യാണം കഴിഞ്ഞ് 30 വർഷത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്ന് ജീവിതത്തെ നേർക്കുനേർ കാണുന്ന, അതിന്റെ സൗന്ദര്യത്തെ ദർശിക്കുന്ന, സുന്ദരമായി കാണുന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് വൈലോപ്പള്ളി പറഞ്ഞിട്ടുള്ളത്.
ലോകത്തിന് എന്തുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ കാരണം കവിക്ക് അപ്പോഴും തോന്നുന്നത് കൃഷ്ണൻ കൈകടത്തിൽ നിന്ന് ഉണരണം ഇങ്ങനെ പോലെ എന്ന് പറയുന്നത് അത്രമാത്രം സൗന്ദര്യം കവി അപ്പോഴും അല്ലെങ്കിൽ ആ കഥാനായകൻ തന്റെ നായികയിൽ അപ്പോഴും ദർശിക്കുന്നുണ്ട്, വാർദ്ധക്യത്തിൽ ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കവിതയിൽ പറയുന്നത്. സുധാകർ മാസ്റ്റർ ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് ആ കവിതയെക്കുറിച്ച് ഓർമ്മ വരാറുണ്ട്. കവിത പേര് തൊട്ടു തൊട്ടങ്ങിരിക്കവേ എന്നുള്ളത് തന്നെയാണ്. തൊട്ടു തൊട്ടങ്ങിരിക്കവേ വാർദ്ധക്യകാലത്ത് ഇന്ന് വിചാരിക്കാം. വെന്ത വേനലിൽ ബാബുരാജിന്റെ പാട്ടിന്റെ വന്നു നീ ആ വെന്ത വേനലിലും മറത്തിൻ്റെ ബാബുരാജിന്റെ വന്നു നീ കാലം കടന്നു പോയെങ്കിലും വാനിലെത്തി വഴികെട്ടി ഇന്നലെ കണ്ട ഇന്നലെ കണ്ട ഈ കവിത കിട്ടിയിട്ട് നമുക്കെപ്പോഴും കവിത കിട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പ്രതിസന്ധി ഇങ്ങനെ ഈണം കൊടുക്കുന്നതാണ് പ്രശ്നം. അത് എങ്ങനെ എന്ത് ചെയ്യും പരമാവധി കിട്ടും പലപ്പോഴും ചിലപ്പോൾ വൃത്തിയാവില്ല. പക്ഷെ ഇത് പെട്ടെന്ന് കിട്ടി. മാസം ഒന്നാമത്തെ ഖണ്ഡത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാ വേനലിൽ ഉമ്മറത്തിന്റെയും സന്ധ്യയിൽ ബാബുരാജിന്റെ പാട്ടിന്റെ പഞ്ചികം കൂടി അതോപ്പിക്കവേ എന്ന് പറഞ്ഞപ്പോഴേ നമുക്കത് കിട്ടി. എന്തോരോ മകൾ കാലം കടന്നു പോയെങ്കിലും വാനിലെത്തി വഴികെട്ടി ഇന്നലെ കണ്ട ചന്ദ്രനും ഇന്നലെ കണ്ട ചന്ദ്രനും വെള്ളിരേഖകളങ്ങിന്നു പാടി ഉള്ളുപോയ തലമുടി വെള്ളിരേഖകളങ്ങിന്നു പാടിയോരുള്ളുപോയ തലമുടി നെറ്റിയിൽ അലറിയിട്ടും തുള്ളുകൾ അന്നു പാടിയ പാട്ടൊന്നു അന്നു പാടിയ പാട്ടൊന്നു അന്നു പാടിയ ഉള്ളിൽ
പാട്ട് നീ അല്ല നമ്മെ പലപ്പോഴും കാണാതെ തമ്മിൽ പൊതുധാരയാണ് രണ്ടുപേർക്കും ഇടയിൽ എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ല നമ്മെ പലപ്പോഴും കാണാതെ തമ്മിൽ ബന്ധിച്ചു നിർത്തുന്നു കേട്ടു വീണ്ടുമാ തോളിൽ ചേർത്തു നീ കേട്ടു വീണ്ടുമാ പല്ലവി വാരി ചന്ദ്രൻ മറഞ്ഞു മറഞ്ഞുവരെ മുഖരാവിൻ പാലാഴി നീന്തിനാം മുഖരാവിന്റെ പാലാഴി നീന്തിനാം ശുദ്ധരായി തിരിച്ചെത്തി മുഖരാവിന്റെ പാലാഴി നീന്തിനാം ശുദ്ധരായി തിരിച്ചെത്തി തൊട്ടു